പ്രിയപ്പെട്ടവരെ, ഈശോമിശിഹായെ സ്തുതിയായിരിക്കട്ടെ. ഇന്ന് ഓണമൊക്കെ ആയിട്ട് നമ്മൾക്ക് കുറച്ച് പേരെ സന്തോഷിപ്പിക്കാൻ പറ്റിയ അതായിരിക്കും അവരുടെ ജീവിതത്തിൽ അവർക്ക് കിട്ടുന്നൊരു ഓണത്തിൻ്റെ ഒരു സന്തോഷം. നമ്മൾ വെറുതെ ഓണാശംസകളൊക്കെ എല്ലാവരും ഷെയർ ചെയ്യുന്നുണ്ട്. പക്ഷെ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു സാധനം അല്ലെങ്കിൽ നമുക്ക് കിട്ടിയൊരു സമ്മാനം മറ്റുള്ളവർക്ക് ദാനമായിട്ട് കൊടുക്കുമ്പോൾ അതിൻ്റെ ഒരു സന്തോഷം ഒന്ന് വേറെയാണ്. ഇന്ന് ഫ്രണ്ട്ഷാളമ്മ 2 കസവുമുണ്ട്. അത് സന്തോഷമായിട്ട് 2 അപ്പച്ചന്മാർക്ക് കൊടുക്കുകയാണ്. പ്രസിദ്ധ തീർത്ഥഗ്രന്ഥത്തിന്റെ കാവൽക്കാരാണ് ഈ അപ്പച്ചന്മാര്. ശരിക്കും ഇവരെ അഭിനന്ദിക്കേണ്ടത് തന്നെയാണ് അവരുടെ ശുശ്രൂഷയിൽ. അവർക്കൊരു ഓണാശംസകൾ നേർന്നപ്പോൾ എന്തിനാ ക്രിസ്ത്യാനികൾ ഈ ഓണ പരിപാടികളിൽ പങ്കെടുക്കുന്നത്? അത് ഹിന്ദുക്കളുടെ ആചാരമല്ലേ? അവർ മഹാബലിനെ ആരാധിക്കല്ലേ എന്ന ചോദ്യമൊക്കെ ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ടാവുമല്ലേ? ശരിക്കും നമ്മൾ അറിയേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഓണം എന്ന് പറയുന്നത് തന്നെ ജാതി മത ഭേദമന്യേ ലോകമെമ്പാടുമുള്ള എല്ലാ മലയാളീസും ഒരുമിച്ച് ആഘോഷിക്കുന്ന ഒരുമയുടെ ഒരു തിരുനാളാണ്. ശരിക്കും തിരുസഭ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം 2100. നമ്മൾ എവിടെയാണ് ജീവിക്കുന്നത് അവിടെ ജീവിക്കുന്നവരുടെ കൾച്ചറൽ എക്സ്പ്രഷനിലും ആർട്ടിസ്റ്റിക് സെലിബ്രേഷനിലും പങ്കെടുക്കുന്നതിൽ ഒരു തെറ്റുമില്ല. അതൊരു ആരാധനയല്ല, മറിച്ച് നമ്മുടെ ആഘോഷത്തിൽ പങ്കെടുക്കുക മാത്രമാണ്. എല്ലാവർക്കും എൻ്റെ ഓണാംശ